എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം ക്രിസ്ത്യാനികളെയും പെന്തക്കോസ്തുകാരെയൊക്കെ പൊതുവെ എന്താ പറയണേ, മാനസാന്തരം വന്നവർ, അല്ലെങ്കിൽ മാനസാന്തരം വരേണ്ടവർ, അല്ലെങ്കിൽ മാനസാന്തരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ എന്നൊക്കെയാണ് പറയുന്നതല്ലേ. കാരണം എന്താണ്, നമ്മളുടെ ബൈബിളിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്, മാനസാന്തരത്തെക്കുറിച്ചാണ് അല്ലേ. കർത്താവ് പഠിപ്പിച്ചത് മാനസാന്തരമാണ്. എന്താ പറയുക, അപ്പസ്തോലന്മാർ പഠിപ്പിച്ചത്, പൗലോസ് പഠിപ്പിച്ചതൊക്കെ എന്താണ്, മാനസാന്തരം മാനസാന്തരം മാനസാന്തരം. ഇനി സ്നാപക യോഹന്നാനോ യേശുക്രിസ്തുവിന് മുൻപേ വഴിയൊരുക്കുവാൻ വന്നപ്പോൾ സ്നാപക യോഹന്നാൻ പഠിപ്പിച്ചതും എന്താണ്, മാനസാന്തരപ്പെടുക എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെ പൊതുവെ എന്താ പറയുന്നത്, അവർക്ക് മാനസാന്തരമുണ്ട്, മാനസാന്തരം ഉണ്ടാകണം അല്ലേ. മാനസാന്തരപ്പെട്ടിട്ടാണല്ലോ നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിനെ കഴിഞ്ഞും ഒരു പടി കൂടി കടന്നിട്ടാണ് ആര്, പെന്തക്കോസ്തുകാർ കുറേ പേരെന്താണ്, ഇതര ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, എനിവേ എന്തായാലും മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് നമ്മൾ ആരെ വിളിക്കുന്നത്, പൊതുവെ പെന്തക്കോസ്തുകാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വിളിക്കുന്നത് അല്ലേ. കാരണം എന്താണ്, ഇതിൻ്റെ അടിസ്ഥാന ഉപദേശമാണ് എന്ത്, ഈ മാനസാന്തരം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും ഒരു യഥാർത്ഥ മാനസാന്തരം നമ്മൾക്കൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾക്കൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും. സക്കായി എന്ന് പറയും, അല്ലെങ്കിൽ സക്കേബൂസ് എന്നൊക്കെ വിളിക്കുന്ന സക്കായിയെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ പുള്ളിയുടെ ഒരു ചരിത്രം പറയുവാണെങ്കിൽ, പുള്ളി എന്താണ്, ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുക്രിസ്തു ആരാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുള്ളി എവിടെ കയറിയിരുന്നു, ഒരു മരത്തിൻ്റെ പൊക്കത്ത് കയറിയിരുന്നു. പുള്ളിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് മരത്തിൻ്റെ പൊക്കത്ത് കയറിയിരുന്നു. എന്നാൽ കറക്റ്റ് ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്തത്, സക്കേബൂസിനോട് പറഞ്ഞു, സക്കേബൂസെ നീ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. സക്കായിയെ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇറങ്ങി വന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. സക്കായി ഒന്ന് കാണാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, എന്നാൽ ദൈവം പറയാം, ഞാനിന്ന് നിൻ്റെ വീട്ടിലാണ് ഇന്ന് താമസിക്കുന്നതെന്ന് പറഞ്ഞു. സക്കായി വളരെ സന്തോഷത്തോടെ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിനെ നല്ല വിരുന്നൊക്കെ ഒരുക്കി. പക്ഷേ അവിടെ സക്കായി ചെയ്ത വലിയൊരു കാര്യമുണ്ട്. സക്കായി പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ സ്വത്തിൽ പകുതി വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരുടെയെങ്കിലും വക തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയായിട്ട്, അല്ലെങ്കിൽ 6 ഇരട്ടിയായിട്ട് ഞാനത് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും അങ്ങ് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറയുവാണ്, ഇന്ന് ഈ കുടുംബത്തിന് എന്ത് വന്നിരിക്കുക, രക്ഷ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ഒക്കെ അല്ലേ. നമ്മൾ വചനത്തിൽ നമ്മൾ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഏതേ എടുക്കുന്നുള്ളൂ, യേശുക്രിസ്തുവിനെ രക്ഷകനെന്ന് ആദ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടും അല്ലേ. എന്നിട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് പുതിയ സൃഷ്ടിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന രക്ഷ തന്നെയാണ്, സംശയമില്ല, അതിനകത്ത് മാറ്റവുമില്ല. എന്നാൽ ഒരു പടി കൂടി കടന്നിവിടെ യേശുക്രിസ്തു നമ്മൾക്കത് വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. ഈ രക്ഷ എന്ന് പറയുന്നത് എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ മാത്രം പോരാ, അവിടെ ഒരു യഥാർത്ഥ മാനസാന്തരവും കൂടെ സംഭവിക്കണം. എങ്കിൽ മാത്രമേ ആ രക്ഷ നമ്മൾക്ക് കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഈ ദിവസങ്ങളിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ, നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മളുടെയൊക്കെ കാരണവന്മാരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ സക്കായി പറഞ്ഞതുപോലെ പറയേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും തട്ടിച്ചെടുത്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. നമ്മൾ പറയും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുൻപേ ചെയ്തതൊക്കെ കർത്താവ് ക്ഷമിക്കും, സത്യമായി ക്ഷമിക്കും. പക്ഷേ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മൾക്കുണ്ട്. അവിടെയാണ് മാനസാന്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, സക്കേബൂസിന് എന്ത് സംഭവിച്ചു, സക്കേബൂസിൻ്റെ യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞതും പുള്ളിയുടേതല്ലാത്തത് പുള്ളിയുടെ കരത്തിലുണ്ട്. ചുങ്കക്കാരനായിരുന്നു അല്ലേ. അപ്പോൾ പുള്ളി എന്താണ്, ചുങ്കം പിരിക്കും, മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പിരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി എന്താ പറഞ്ഞിരിക്കുന്നത്, പുള്ളിക്കറിയാം പുള്ളിയുടെ സ്വത്തിൽ പകുതിയും എന്താണ്, മറ്റുള്ളവരുടെ അടുത്ത് പിരിച്ചെടുത്തതാ. എന്നിട്ട് അതിനകത്ത് ദരിദ്രന്മാരുമുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ പകുതി വിറ്റ് ആർക്ക് കൊടുക്കുക, ദരിദ്രന്മാർക്ക് കൊടുക്കുക, പിന്നെ തട്ടിച്ചെടുത്തതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു പാസ്റ്റർ വിളിച്ചു. എന്നിട്ട് ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം, പാസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പാസ്റ്ററിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പാസ്റ്ററിൻ്റെ സഭയിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പാസ്റ്റർ അവരെയാണ് വിളിക്കാറെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഈ പാസ്റ്റർ അങ്ങനെ കുറേ വ്യക്തികളെ ഓരോരോ പണിക്കും വിളിക്കും. കാരണം പല പണികൾ ചെയ്യാനുണ്ടാകും. അപ്പോൾ അവരെ വിളിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തിനെ തേങ്ങ ഇടാനായിട്ട് വിളിച്ചു. അപ്പോൾ ഈ തേങ്ങ ഇടാനായിട്ട് വിളിച്ചപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തതെന്നറിയാമോ, തേങ്ങ ഇട്ടിട്ട് പാസ്റ്റർ വന്നിട്ട് ചോദിച്ചു, വിശ്വാസിയല്ലേ, സഭയിലെ വിശ്വാസിയല്ലേ, അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുമെന്ന് വിചാരിച്ച് പുള്ളി
വേറെ സ്ഥലത്തോട്ട് പോയി. എന്നിട്ട് പുള്ളി വന്നു, തേങ്ങ എല്ലാം പെറുക്കി കൂട്ടി ഇട്ട് കഴിഞ്ഞപ്പം പാസ്റ്റർ ചോദിച്ചു, ഇത്രയും തേങ്ങയാണ് കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിച്ചു. ഏത് നമ്മുടെ അനന്യാസിനോടും സഫീറയോടും ചോദിച്ചതുപോലെ ഇത്രയും കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയ്ക്കാണ് വിറ്റതെന്ന് ചോദിച്ചുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയൊക്കെയാണ് വിറ്റതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമ്മൾക്കറിയാമല്ലേ. അവിടെ എന്താണ്, അവിടെ ഒരു കാര്യമുണ്ട്, അത് അവരുടെ സ്വന്തം സ്ഥലത്തിൻ്റെ കാര്യമാണെന്നെങ്കിലും വെക്കാം. ഇവിടെ എന്താണ്, വേറൊരുത്തൻ്റെ, അതും ഒരു ദൈവദാസൻ്റെ തേങ്ങയാണ്. എന്നിട്ട് തേങ്ങ ഇത്രേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. കിട്ടിയെന്ന് പറഞ്ഞു, ഇത്രേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ, ഒരു 100-112 തേങ്ങ പുള്ളിയുടെ വന്ന വാഹനത്തിനകത്ത് എടുത്തിട്ടേക്കുക, വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവനും ആരാണ്, ഇവനും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വിശ്വാസിയാണ്. ഒന്ന് ഓർത്ത് നോക്കുക. അതും പറ്റിച്ചതറിയാം, ദേവദാസനെന്ന് മാത്രമല്ല, ആരെയാണെങ്കിൽ പോലും, അല്ലേ, ഏത് ചെറിയ ആളെ ആകട്ടെ വലിയ ആളെ ആകട്ടെ ആരുമാകട്ടെ, നമ്മൾ ഇത്രയൊക്കെ പറ്റിക്കാൻ പാടണ്ട. കാരണം ആ ദേവദാസന് ഒരു നല്ല കാര്യം ചെയ്തതാ. സ്വന്തം സഭയ്ക്കകത്തുള്ളവന് അവനൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി അവനെ ജോലിക്ക് വിളിച്ചതാ. അപ്പോൾ അവൻ തിരിച്ചു കൊടുത്തതാണിത്. പിന്നെ അതുപോലെ തന്നെ വേറൊരുത്തനെ വിളിച്ചു. അവനെ വീട്ടിൽ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു, അതിന് വിളിച്ചു. അപ്പോൾ ഈ പുള്ളി എന്താ ചെയ്തതെന്നറിയാമോ, ഒരു 15,000 രൂപയുടെ ജോലിയെ ചെയ്തിട്ടുള്ളൂ എല്ലാം കൂടെ ചേർത്ത്. പക്ഷേ പുള്ളി എന്ത് ചെയ്തു, പുള്ളി കൂട്ടി പറഞ്ഞു 75,000 രൂപയുടെ ജോലി ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ദേവദാസൻ എന്ത് ചെയ്തു, അതും സന്തോഷത്തോടെ എടുത്തു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇവന് അതും മേടിച്ചിട്ട് പോയി. ഓർക്കുക, നമ്മളൊക്കെ ഒന്ന് വിചാരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ്, ഒന്ന് നമ്മൾ അന്യായമായത് നമ്മൾ മേടിക്കരുത്. അത് കൂലിയാണെങ്കിലും എന്താണെങ്കിലും അന്യായമായത് നമ്മൾ മേടിച്ചെടുക്കരുത്. അത് നമ്മൾക്ക് ഗുണം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അടുത്തത് വേറൊരു കൂട്ടരുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ദൈവദാസനം വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. എന്നാൽ വേറെ ചില കൂട്ടരുണ്ട്, നമ്മുടെ സഭയ്ക്കകത്തുള്ളതല്ലേ, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഇവനെ അങ്ങ് വിളിക്കാം, എന്തിനാ ഓസിനെ അങ്ങ് പണിയെടുപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വിളിക്കുന്ന ചില ടീമുകളുമുണ്ട്. എന്താണ്, പണിയെടുത്താൽ പൈസ കൊടുക്കുകയില്ല. അങ്ങനെയല്ല, നമ്മൾ മേടിക്കുന്നത് മാന്യമായത് മേടിക്കാവുള്ളൂ, കൊടുക്കേണ്ടത് മാന്യമായത് കൊടുക്കണമെന്ന് വെച്ചാൽ പുറത്തെ നമ്മുടെ സഭയ്ക്കകത്തെയോ സമുദായത്തിൽപ്പെട്ടവനെയോ അല്ലെങ്കിൽ പോലും നമ്മൾ പുറത്തുള്ള ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ കൂലി കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ ഇവനും കൊടുത്തോണമെന്നേ. കാരണം ഇവനും ജീവിക്കണ്ടേ, ഇവനും കടക്കാർ ചുമ്മാ സാധനങ്ങളൊന്നും കൊടുക്കത്തില്ലല്ലോ, ഇവനും ജീവിക്കണം. അതുകൊണ്ട് മാന്യമായി മേടിക്കുക, മാന്യമായി കൊടുക്കുക. ജോലി എടുത്തവന് കൂലി നിഷേധിക്കുകയും ചെയ്യരുത്, ജോലി എടുത്തവൻ അർഹതയില്ലാത്തത് മേടിക്കുകയും ചെയ്യരുത്. ഇത്രയൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. ഇതൊന്നുമില്ലാതെ നമ്മൾ മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമാണെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. പിന്നെ ഇനിയുണ്ട് കുറേ വേറെ ചരിത്രങ്ങളുണ്ടെന്നേ. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നടന്ന കാര്യമായിരിക്കും. മറ്റുള്ളവരുടെ തട്ടിച്ചെടുത്തത്, മറ്റുള്ളവരുടെ പൈസ തട്ടിച്ചെടുത്തത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥലം ചുമ്മാ അന്യായമായി മേടിച്ചെടുത്തത്, അന്യായമായി കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ മേടിച്ചെടുത്ത സ്ഥലം, തട്ടിച്ചെടുത്ത സ്ഥലം, ചുളിവിൽ മേടിച്ചെടുത്ത സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മളുടെയൊക്കെ വീട്ടിലോ അതിരിനകത്തോ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ സക്കായിയെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതൊക്കെ ഒന്ന് മടക്കി കൊടുക്കണമെന്നേ. എന്നാലേ നമ്മുടെ മാനസാന്തരവും രക്ഷയൊക്കെ പൂർണ്ണമാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. രക്ഷിക്കപ്പെട്ടതിന് മുൻപേ ഉള്ളതല്ലേ അന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അനുഭവിക്കാൻ യോഗമുണ്ടാകത്തില്ല. അത് ഏതെങ്കിലും വഴിക്കത് പോകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ചിലപ്പോൾ നമ്മൾക്കൊന്നും പറ്റത്തില്ലായിരിക്കും, നമ്മളുടെ തലമുറകൾക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ഒക്കെ ആയിരിക്കും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ചിലരുണ്ട്, നമ്മൾക്കറിയാം സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഏറെ ഫലിക്കും അല്ലേ. സഭ കിടന്ന് ചിലർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും, പക്ഷേ ആ വചനം അങ്ങ് നിവൃത്തിയാകുന്നില്ല. ഏത് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഫലിക്കുന്നില്ല. കാരണം എന്താ ഫലിക്കാത്ത? ഇവൻ്റെ റൂട്ട് ക്ലിയറാകാതെ കിടക്കുക. ചിലപ്പോൾ ഇവൻ്റെ അപ്പൂപ്പന്മാരോ ചെയ്തതിൻ്റെ ഒക്കെ റൂട്ട് ക്ലിയറാക്കേണ്ടത് അവിടെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അതെന്താണ്, അതിന് വില കൊടുക്കേണ്ടി വരുന്നത് മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. നമ്മൾ തട്ടിച്ചെടുത്തതോ നമ്മൾ അന്യായമായി പിടിച്ചു മേടിച്ചതോ ഒക്കെ ആണെങ്കിൽ നമ്മളായിട്ട് തന്നെ അതൊന്ന് കൊടുക്കുവാനായിട്ട് തയ്യാറാകണം. ഇനി അതല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ, നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ, ചിലപ്പോൾ നമ്മളായിരിക്കില്ല, നമ്മളുടെ കാരണവന്മാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരൻസൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് അറിവുള്ളതാണെങ്കിൽ നമ്മളത് തിരുത്തുവാൻ തയ്യാറാകാത്ത സ്ഥലമാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ന്യായമായ വില നമ്മളവർക്ക് കൊടുക്കുവാൻ തയ്യാറാകുക. പൈസയാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ വേറൊരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസ ജീവിതത്തിന് മുൻപേ ആണെങ്കിൽ പോലും അതിന് പരിഹാരം ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. എന്ന് വെച്ചാൽ നമ്മളത് തയ്യാറായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ, വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, രോഗസൗഖ്യവും സംഭവിക്കത്തില്ല, വിടുതലും സംഭവിക്കത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. എവിടെ ശരിയാകണം, നമ്മളുടെയൊക്കെ റൂട്ട് ശരിയാകണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യഥാർത്ഥ മാനസാന്തരം വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കുടുംബത്തിലോട്ടൊന്ന് നോക്കണം. കുടുംബത്തിൻ്റെ മുക്കും മൂലയും അതിരുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. അന്യായമായത് വേറൊരുത്തൻ്റെ കണ്ണുനീര് വീണ
എന്തെങ്കിലും എൻ്റെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ എൻ്റെ അതിർത്തിക്കകത്തുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. തിരിച്ചു കൊടുക്കണം. കാരണം വേറൊരുത്തൻ്റെ കണ്ണുനീര് അവിടെ വീണുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ദൈവത്തിന് എന്താണ്? ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ദൈവത്തിന് എല്ലാവരും മക്കളാണ് കേട്ടോ. അതുകൊണ്ട് അത് ആരുമാകട്ടെ, ഏതാളുമാകട്ടെ, ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, അവൻ്റെതൊക്കെ കണ്ണുനീര് വീണ് എന്തെങ്കിലും നമ്മളുടെ കുടുംബത്തിനകത്ത് നമ്മളുടെ അതിരിനകത്തുണ്ടെങ്കിൽ അതൊന്ന് മടക്കി കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം ഈ ദിവസങ്ങളിൽ. കാരണം ഇതൊന്നും പ്രസംഗിക്കാൻ ആർക്കും സമയമില്ല കേട്ടോ. അച്ഛന്മാർക്കും പാസ്റ്റർമാർക്കൊന്നും ഇന്ന് ഇതൊന്നും പ്രസംഗിക്കാൻ സമയമില്ല. അവർ വേറെ ഏതാണ്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രസംഗിക്കുന്നവരുമുണ്ട് കേട്ടോ. അവരെ ആരെയും വിസ്മരിക്കുന്നില്ല. എന്നാൽ ഇന്ന് പകുതിയും എന്താണ്? നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഉണർവും വിടുതലും ആ ദേശം പിടിക്കലും ഈ ദേശം പിടിക്കലും ഒക്കെയാണ്. ആദ്യം എവിടെ ക്ലിയർ ആകണം? നമ്മുടെ റൂട്ട് ക്ലിയർ ആകണമെന്നേ. റൂട്ട് ക്ലിയർ ആയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമ്മളെയും കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. പിന്നെ ഈ ചിലരുണ്ട് കേട്ടോ. ചിലർ വിചാരിക്കും എന്തുണ്ടെങ്കിലും എന്താണ് ഒരു അപ്പച്ചൻ്റെ കഥ പറയാം. പണ്ട് നമ്മൾ ന്യൂസിലൂടെയൊക്കെ കേട്ടതാണ്. ഒരു അമേരിക്കയിൽ പോയി ഒരു അപ്പച്ചൻ കിടന്ന് ചത്ത് കിടന്ന് അവിടെ കിടന്ന് പണിയെടുത്ത് ഒത്തിരി സമ്പാദിച്ച് വെച്ച് വന്നിട്ട് നോക്കാൻ ഒരു പാസ്റ്ററേയും ഒരു കൊച്ചു പാസ്റ്ററേയും ഭാര്യയും കൂടി ഏൽപ്പിച്ചു. ഒരു പാസ്റ്ററാന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പച്ചനെ സമീപിച്ചത്. അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്തു? പാസ്റ്ററും ഭാര്യയല്ലേ, പറ്റിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ വീടും സ്വത്തുക്കളും ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചു. അവസാനം എന്താ സംഭവിച്ചതെന്നറിയാവോ? അപ്പോൾ ആ കൊച്ചു പാസ്റ്ററും ഭാര്യയും കൂടെ ആ അപ്പച്ചൻ്റെ അലമാരി വരെ കുത്തി തുറന്ന് ആ അപ്പച്ചൻ്റെ കള്ളയൊപ്പിട്ട് ചെക്ക് വരെ ബാങ്കിൽ കൊണ്ടെടുത്ത് മാറ്റിയെടുത്ത ടീമുകളുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ കേസും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തായി എന്നൊന്നും അറിഞ്ഞുകൂടാ. കുറച്ച് നാളുകൾക്ക് മുൻപേ കേട്ട ന്യൂസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പ് കാണിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം നമ്മൾ എന്താണ് ഇതിനകത്തുള്ളതെല്ലാം മാനസാന്തരപ്പെട്ടതാണെന്നൊന്നും വിചാരിക്കരുത്. പിന്നെ ഇനി വേറൊരു പാസ്റ്ററിൻ്റെ ചരിത്രം എനിക്കറിയാം. പുള്ളി എന്താണെന്നറിയാമോ? പുള്ളിയുടെ വീട്ടിൽ എത്രയോ വർഷങ്ങളായിട്ട് പുള്ളി ഒരു സ്ത്രീയെ വേലയ്ക്ക് നിർത്തിയേക്കുക. അവരുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുക. എന്നിട്ട് ഈ പുള്ളിക്കാരത്തെ കാര്യങ്ങളും ഭക്ഷണ കാര്യങ്ങളും എല്ലാം അദ്ദേഹമാണ് നോക്കുന്നത്. സത്യമാണ്. പുള്ളിക്കാരത്തിൻ്റെ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചയക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. സംഭവമൊക്കെ സത്യമാണ്. മകളെ കല്യാണം കഴിച്ചപ്പം ഒരു 3 ലക്ഷം രൂപ അവൾക്ക് സ്ത്രീധനമൊക്കെ കൊടുത്ത ഇദ്ദേഹം കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് കേട്ടോ. പക്ഷേ ഈ സ്ത്രീ എത്രയോ 10-20 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരു PG ഒക്കെ നടത്തുന്നുണ്ട്, ഒരു ഹോസ്റ്റലൊക്കെ നടത്തുന്നുണ്ട്. അവിടുത്തെ ജോലിയെല്ലാം ഇവരാ ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. സത്യമാണ്. പക്ഷേ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കും, അതൊരു ഗതിയും പരഗതിയും ഇല്ലാത്ത, വേറെ കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്തൊരു ആൻറ്റി ആയതുകൊണ്ടല്ലേ അവിടെ നിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിലും അവർ പൊടിയും തട്ടി പോകുമായിരുന്നു അല്ലേ. നമ്മൾ വേറെ പുറത്തുനിന്ന് ഒരാളെ നമ്മുടെ വീട്ടിൽ വേലയ്ക്ക് വെച്ചാലോ നടക്കുമോ? ഈ പരിപാടി നടക്കുമോ? നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കണം. നമ്മൾ അത്യാവശ്യം വസ്ത്രമൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കും. മനസാക്ഷിയുള്ളവൻ അതൊക്കെ ചെയ്യുമല്ലേ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് കൂലി കൊടുക്കണം. കാരണം അവൻ രാവും പകലും കിടന്നുകൊണ്ട് അധ്വാനിക്കുവാന്നേ, കുടുംബത്തിനകത്ത് കിടന്ന് അധ്വാനിക്കുക. കഷ്ടമാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് പുൾപിറ്റിൽ കയറി നിന്നുകൊണ്ട് എത്ര തുള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. കൊടുക്കണം. അവർക്ക് കൊടുക്കേണ്ട കൂലി നമ്മൾ കൊടുക്കണം. മനസാക്ഷിയോട് അവർക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം. അല്ലാതെ നമ്മൾ എത്ര പുണ്യപ്രവൃത്തി ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അന്യായമായ കൂലി നമ്മൾ മേടിക്കുകയും ചെയ്യരുത്. വേല ചെയ്യുന്നവന് കൂലി നമ്മൾ നിഷേധിക്കുകയും ചെയ്യരുത്. ഒന്ന്. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മളുടെ റൂട്ട് ക്ലിയർ ആണോ എന്നൊന്ന് നോക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ പേരൻസോ ആരെങ്കിലും ആകട്ടെ, നമ്മളോ ആരെങ്കിലും ആകട്ടെ, അത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ആണെങ്കിൽ കൂടി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണെങ്കിൽ കൂടി എന്ത് ചെയ്യണം? നമ്മൾ ആരുടെയെങ്കിലും തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സക്കായിയെ പോലെ അത് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. അത് ഭൂമിയാണെങ്കിലും സമ്പത്താണെങ്കിലും വാഹനമാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് കൊടുക്കണം. ചിലരുണ്ട് കേട്ടോ, തട്ടിച്ചെടുത്ത് ആ വിശ്വാസ ജീവിതത്തിന് മുൻപേ അല്ലേ, എന്നിട്ട് ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒത്തിരി കാലം മുൻപോട്ട് പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അന്യായമായത് എന്തെങ്കിലും നമ്മളുടെ കരത്തിലുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ തിരിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പോട്ടെ, ഇനി അല്ലെങ്കിൽ നമ്മൾക്ക് പണ്ട് പറ്റിപ്പോയതാ, ഇപ്പം നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഇന്നതൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇന്നതൊക്കെ ഞാൻ തട്ടിച്ചെടുത്തിട്ടുണ്ട് കർത്താവേ, അത് എൻ്റെ കയ്യിലുണ്ടാകുന്ന സമയത്ത് ഞാനത് മടക്കി കൊടുത്തുകൊള്ളാമെന്നും തീരുമാനമെടുക്കണം. അവിടെ സക്കായും അതാ ചെയ്തതല്ലേ. പുള്ളി അത്രയും പറഞ്ഞതേ ഉള്ളൂ, ഒരു തീരുമാനം എടുത്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? ദൈവം പറഞ്ഞു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു തീരുമാനമെങ്കിലും നമ്മൾ എടുക്കണം. എന്നിട്ട് സമയമാകുമ്പോൾ, നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമ്മളതൊക്കെ മടക്കി കൊടുക്കുവാനെങ്കിലും നമ്മളൊന്ന് തയ്യാറാകണം കേട്ടോ. അപ്പോൾ അവിടെയാണ് യഥാർത്ഥ മാനസാന്തരം സംഭവിക്കുന്നതും അവിടെയാണ് യഥാർത്ഥ രക്ഷ കൈവരുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ നമ്മളിവിടെ കിടന്നുകൊണ്ട് കുറേ കാണിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവൻ്റെ തട്ടിച്ചെടുത്തിട്ട് നമ്മൾ വലിയ എന്താ പറയുക മറ്റുള്ളവരെ സഹായിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ആദ്യം നമ്മൾ തട്ടിച്ചെടുത്തതും അപഹരിച്ചെടുത്തതും ഒക്കെ മടക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാതെ
നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായിട്ടും അല്ലെങ്കിൽ നമ്മൾ എത്ര കൈയടിച്ച് ആരാധിച്ച് അന്യഭാഷ പറഞ്ഞിട്ടും കർത്തൃമേഷ എടുത്തിട്ടും കുമ്പസാരിച്ചിട്ടും കുർബാന സ്വീകരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. നമ്മളെ തട്ടിച്ചെടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മടക്കി കൊടുക്കണം. അത് എന്താണെങ്കിലും നമ്മളത് ചെയ്യണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടെ നമ്മൾക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളുടെ കുടുംബത്തിൻ്റെ മുക്കും മൂലയും ഒന്ന് പരിശോധിക്കാം. ദൈവഹിതമല്ലാത്തത് അല്ലെങ്കിൽ അന്യായമായത് എന്തെങ്കിലും എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അതിരിനകത്ത് വന്നിട്ടുണ്ടോ, എൻ്റെ ഭൂമിയോട് ചേർന്ന് ഇരിപ്പുണ്ടോ, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ തിരിച്ചു കൊടുക്കണം. പ്രായശ്ചിത്തം ചെയ്യേണ്ടത് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ചിലരുണ്ട്, ചില അപ്പച്ചന്മാരുടെ കഥകളൊക്കെ ഉണ്ട്. ഇവർ ജന്മിമാരൊക്കെ ആയിരുന്നു കേട്ടോ, പണ്ട് ജന്മിമാരായിരുന്നു. എത്രയോ പെൺകുട്ടികളെ, പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ച് അത് എത്രയോ പേരെ അങ്ങനെയൊക്കെ ചെയ്ത ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് മാനസാന്തരത്തിൻ്റെ പാതയിലായിരിക്കും. എന്നാൽ അവർ അറിയുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ കുടുംബത്ത് പോയി അവരോട് മാപ്പ് പറഞ്ഞ് അവർക്ക് ആ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ തലമുറകൾക്കൊക്കെ നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ നമ്മളൊന്ന് കൊടുക്കണം കേട്ടോ. അത്രയെങ്കിലും നമ്മൾ ചെയ്യണം. കാരണം നഷ്ടപ്പെട്ടു പോയ മാനം തിരിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഇത്രയെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണം. കാരണം അവരുടെയൊക്കെ മനസ്സിനേറ്റ ട്രോമ എന്ന് വെച്ചാൽ അവരുടെയൊക്കെ മനസ്സ് മുറിയപ്പെട്ടിട്ടുണ്ടാകും അല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവർ വേദനിപ്പിച്ചത്, നമ്മളെ പിച്ച് ചീന്തിയതൊക്കെ എന്താണ്, അവരുടെയൊക്കെ മനസ്സിൽ ചെറുപ്പത്തിൽ കിട്ടിയ തിക്താനുഭവങ്ങളൊക്കെ മനസ്സിൽ മുറിവായിട്ട് കിടക്കുന്നുണ്ടാകും. ആ മുറിവിനെയൊക്കെ ഉണക്കുവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, നമ്മൾ ചെയ്തതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുവാൻ തയ്യാറായില്ല എങ്കിൽ നമ്മൾ എത്ര രക്ഷിക്കപ്പെട്ടിട്ടോ സ്നാനപ്പെട്ടിട്ടോ നമ്മൾ സ്വർഗത്തിൽ പോകാൻ എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്. നടക്കത്തില്ല, അത് സംഭവിക്കത്തില്ല. കാരണം വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളുടെ കുടുംബത്തിനകത്തോട്ട് നമ്മളുടെ എന്താ പറയുക, കഴിഞ്ഞു പോയ കാലങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. അതിലൊക്കെ ഒന്ന് നോക്കണം. അർഹതപ്പെട്ടത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളൊന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്ത ഒരു കൂട്ടരുണ്ട്. എന്താണെന്നറിയാമോ, കുടുംബത്തിനകത്തുള്ളവരെ സഹായിക്കത്തില്ല, സഭയ്ക്കകത്തുള്ളവരെ സഹായിക്കത്തില്ല, പുറത്തുള്ളവർക്ക് ഭയങ്കര ഉപകാരിയാണ്. അതുമല്ല കേട്ടോ. നമ്മൾ കുടുംബത്തിനകത്തോട്ട് നോക്കണം, നമ്മുടെ സഭയ്ക്കകത്തോട്ട് നോക്കണം. എന്താണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കുന്ന ഒരു വിധവമാരും അല്ലെങ്കിൽ ജോലി എടുക്കുവാൻ കഴിയാതെ വാർദ്ധക്യ സഹജമായി ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാകും. അവരെയൊക്കെയും കൂടെ നമ്മളൊന്ന് കരുതുവാനും നമ്മളൊന്ന് തയ്യാറാകേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം നമ്മൾക്കറിയാം, ഇന്ന് പല സെലിബ്രിറ്റികളെയൊക്കെ എടുത്ത് നോക്കിയും അവരുടെ കുടുംബത്തിനകത്തുള്ളവർക്ക് അവർ ഒരു 5 പൈസ കൊടുക്കത്തില്ല. പുറത്ത് ഭയങ്കര ചാരിറ്റിയാണ്. ആദ്യം കുടുംബത്തിനകത്ത് ചെയ്യുക, സഭയ്ക്കകത്ത് ചെയ്യുക, എന്നിട്ട് ചാരിറ്റിയാന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങും. അതായിരിക്കും നല്ലത്, ഉചിതം കേട്ടോ. കാരണം ഈ നമ്മളുടെ റൂട്ട് ക്ലിയർ ആകാതെ നമ്മൾ എത്ര കിടന്ന് തലയും കുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ പാസ്റ്റർ എന്നോട് അങ്ങനെ സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിന്ന് സംസാരിക്കുവാനിടയായത്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കണം. ചിലപ്പോൾ നമ്മൾക്ക് പറ്റിയ തെറ്റായിരിക്കില്ല, നമ്മളുടെ പൂർവികർക്ക് പറ്റിയ തെറ്റായിരിക്കാം. അതൊക്കെ തിരുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം തിരുത്തുവാനും ഒക്കെ നമ്മളൊന്ന് തയ്യാറായി കഴിയുമ്പോഴേ നമ്മളുടെയൊക്കെ രക്ഷ പൂർണ്ണമാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.